രണ്ടും വളരാൻ അനുവദിക്കും. അത് അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഓരോരുത്തരുടെ 300 റബ്ബർ പ്ലാന്റ് ചെയ്യും. ഇപ്പം ഞങ്ങളുടെ രീതി 2002 നട്ടതാണ്. ഇപ്പം 4th ടാപ്പിംഗ് 300 അപ്പം നമുക്ക് 30 കുഴി എടുക്കുന്ന ലാഭമാണ് ആക്ച്വലി. പിന്നെ പ്ലാറ്റ്ഫോം വെട്ടുന്നില്ല. അങ്ങനെ ഇനീഷ്യലായിട്ട് ചിലവെല്ലാം ഭയങ്കര അങ്ങനെ ഒന്നുമില്ല, എല്ലാം കുറച്ചു, ഒത്തിരി ചിലവ് കുറച്ചു. പക്ഷേ ഒരേക്കറുള്ള ആൾക്കും 2 ഏക്കറിൻ്റെ ഇൻകമാണ് കിട്ടുന്നത്. ഒരു തൈ നട്ട എന്നാണെങ്കിൽ നമ്മൾ അതിന് ചെറിയ കെയർ കൊടുക്കും. ആ സമയത്ത് തന്നെ 2 എണ്ണം. പിന്നെ ഞങ്ങളുടെ അതിൽ പെസ്റ്റിസൈഡ്സോ വേറെ വളങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. രാസവളങ്ങളോ ജൈവവളങ്ങളായിട്ടോ ഒന്നുമില്ല. പിന്നെ പപ്പ ഡെവലപ്പ് ചെയ്തൊരു ഇതുണ്ട്, ഒരു സീഡ്സ്, എന്തെങ്കിലും അറിയാമോ? ആ സീഡ്സ് മാത്രം ഉപയോഗിച്ചാണ് വളർത്തിയിരിക്കുന്നത്. അപ്പം ഇതിപ്പോൾ ഞങ്ങൾ മാത്രമല്ല, ഒരു 100ഓളം കർഷകർ കേരളത്തിനകത്തും പുറത്തായിട്ട് ഇത് ഫോളോ ചെയ്യുന്നുണ്ട്. ഈ 2-in-1 സക്സസ് ആയി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ 4-in-1 പ്ലാൻ ചെയ്തു. അതായത് ഒരു കുടി 4 റബ്ബർ. 5-ാമത്തെ വർഷം ടാപ്പ് ചെയ്യാനുള്ള വണ്ണമായിരുന്നു. പലതവണ ഉണ്ട് റബ്ബറിന്റെ പക്ഷേ റബ്ബർ ബോർഡിനെ റിസർച്ച് റിസർച്ച് ചാനൽസിനെ കൂടി ഇതിൽ ഇരിക്കുന്നതായിട്ടാണ് അവർ പറഞ്ഞ 7 ഇയേഴ്സായിട്ട് ടാപ്പ് ചെയ്യാവുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ 7 ഇയേഴ്സിനെ ടാപ്പിങ് തുടങ്ങിയത്. പക്ഷേ ഇപ്പം ഞങ്ങൾ ഈ 4-in-1 നട്ടത് ഇപ്പോൾ 3rd ഇയറാണ്. പക്ഷേ അതിലും കൂടുതൽ വണ്ണമുണ്ട്. നോർമലി കിട്ടുന്ന ഇപ്പോൾ 6 മുതൽ ഫസ്റ്റ് ഇയർ 5 സെൻറ്റിമീറ്റർ ഉള്ളത് വളരുന്നത്. ഇത് ഞങ്ങളുടെ റെക്കോർഡ്സ് ഉണ്ട്, ആവറേജ് 11 ഉണ്ട് സെൻറ്റിമീറ്റർ. അതേപോലെ ചുമ്മാതെ ഉണ്ട് ഒരു കുടി 2 നട്ടെന്നല്ല, അതിന് തിയററ്റിക്കലി നല്ല ബേസിസ് ഉണ്ട്, നന്നായിട്ട് പഠിച്ചിട്ട് നന്നായി ചെയ്തേക്കുന്നത്. അപ്പം ഈ 4 എണ്ണവും നമുക്ക് 125 കുഴികളിലായിട്ടാണ് 500 റബ്ബർ വരിക. ഒരു കുടി 4 എണ്ണം. അത് നന്നായിട്ട് വളരുന്നുണ്ട്. നമ്മൾ വളരാനുള്ള എയർ സ്പേസ്, ഏരിയൽ സ്പേസ് നന്നായിട്ട് കൊടുത്തിട്ടുണ്ട്. 4 എണ്ണം ഉള്ളതിൻ്റെ കുഴി വലുതാണ്. 5 അടി നീളം, 3 അടി വീതി, 3 അടി താഴ്ച. അപ്പൊ അങ്ങനെ വന്നപ്പോൾ 4 മൂലയൊന്നും പറയാൻ പറ്റത്തില്ല. ഒരു കുഴി എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ 2 എണ്ണം നടന്ന കുഴിയുടെ തെറ്റ് കിഴക്കേ മൂലയിലാണ് ഫസ്റ്റ് തൈ പ്ലാന്റ് ചെയ്യുന്നത്. ഒരു കുഴി എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ തെറ്റ് കിഴക്കേ മൂലയിൽ ആദ്യത്തെ തൈ ഉണ്ട്. രണ്ടാമത്തേത് വടക്ക് ഭാഗമാക്കി. അതിൻ്റെ അകത്ത് പല കാര്യങ്ങളുണ്ട്. ഒന്ന് ഈ 4 തൈ, ഇപ്പോൾ 2 എണ്ണം നിൽക്കുകയാണെങ്കിൽ ഒരു തൈയിൽ നിന്ന് അടുത്ത തൈയിലേക്കുള്ള ഡിസ്റ്റൻസ് 2.5 അടിയിൽ കൂടുതലാവാൻ പാടില്ല. അപ്പോൾ 2.5 അടിയിൽ കൂടുതൽ എർത്തൊരു മാഗ്നറ്റ് ആണെന്ന് നമുക്കറിയാം. മാഗ്നറ്റിക് ഫീൽഡിലാണ് ഇതെല്ലാം നിൽക്കുന്നത്. ഈ എർത്ത് റൊട്ടേറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ അവിടെ ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഒരു മരത്തിൻ്റെ റബ്ബർ നമ്മൾ മെഷർ ചെയ്ത് കഴിഞ്ഞാൽ 0.7 വോൾട്ട് നമുക്ക് ഇതിൻ്റെ മാക്സിമം പൊട്ടൻഷ്യലിൽ നിർത്തുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു തിയറി. അപ്പം ആ ബേസിൽ ഒരു മാഗ്നറ്റ് ആണെങ്കിൽ അതിൻ്റെ അട്രാക്റ്റീവ് ഫീൽഡുണ്ട്, അതിനകത്താണ് നിൽക്കുന്നത്. അതിൻ്റെ പുറത്ത് പോയ യാതൊരു ഇൻഫ്ലുവൻസ് ഇല്ല. അപ്പോൾ ഒരു മരത്തിന് ആ ഒരു റേഞ്ച് ഉണ്ട്. അതിൻ്റെ ആകർഷണ വലയം എന്ന് പറയുന്നത് 2.5 അടി. ആ 2.5 അടിക്കകത്ത് 2, 3, 4 എത്ര പ്ലാൻ ചെയ്താലും അവർ ഒരേപോലെ വളരും. അപ്പോൾ ഞങ്ങളുടെ തോട്ടം വന്ന് കണ്ടു കഴിഞ്ഞാൽ അതിനുള്ള പ്രൂഫാണ്, ഈസി ആയിട്ട് ആർക്കും മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതുപോലെ തന്നെ കൈ നടുമ്പോൾ ആദ്യത്തെ തെറ്റ് കിഴക്ക് മുഴുവനും അടുത്തൊരു വടക്ക് ഭാഗം മധ്യം. അപ്പോൾ എനിക്ക് സൺ റൊട്ടേറ്റ് ചെയ്യാൻ ഒരിക്കലും ഒരു മരത്തിൻ്റെ ഷെയ്ഡ് മറ്റൊരു വീഴത്തില്ല. ഷെയ്ഡിൽ നിന്ന് കഴിഞ്ഞാൽ മരം വളരത്തില്ല. അപ്പം അതിന് വേണ്ടിയിട്ട് ആ ഒരു ആംഗിൾ 3rd പ്ലാൻ ചെയ്യുന്നത് ഇതിന് രണ്ടിനും സെൻറ്ററിലായിട്ട് ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ വരും. ഒരു ട്രയാങ്കിളിൻ്റെ 3 കോർണറിൽ നമ്മൾ നടുന്നത് പോലെ നിൽക്കും. അടുത്തത് അത് അതായത് 3 മരം വന്നു, 3rd-ഉം 2nd-ഉം തമ്മിലുള്ള ഒരു ട്രയാങ്കിൾ വരയ്ക്കണേ. അതിൻ്റെ അടുത്ത സൈഡിൽ നിൽക്കുന്നത് എല്ലാം 2.5 അടി 2 അടി 6 ആൻഡ് ആംഗിളാണ്. അല്ലാതെ ഒരു റെക്ടാങ്കിളിൻ്റെ 4 കോർണറിൽ കൊണ്ട് തൈ നട്ടാലും ശരിയാവില്ല. ഇത് വളർന്നു വരുന്നതനുസരിച്ച് ഈ എർത്തിൻ്റെ അലൈൻമെൻറ്റ് മാഗ്നറ്റിക് ഫീൽഡ് അനുസരിച്ച് ഇത് മാറുന്നു. അതിൻ്റെ രീതിയിൽ വളർന്നു വരും. പക്ഷേ ഒന്നുമില്ല. ഇത് ഇപ്പം ഞാൻ പറയുമ്പോൾ എല്ലാവർക്കും ഒത്തിരി ഡൗട്ട്സ് ഉണ്ട്. കാരണം ഇതിൻ്റെ അകത്തോട്ട് ഒരു വെട്ടാവോ, ഇതിനിടയ്ക്ക് സ്പേസിംഗ് ഉണ്ടോ, അങ്ങനെ പല ഡൗട്ട്സും ഉണ്ട്. ആ ഒരു ഇഷ്യൂ ഇല്ല. ഇത് ഈ ഫീൽഡ് നിൽക്കുന്നതാണ്. ഇത് ഈ ഷേപ്പിലാണ് വളരാം. ഒരു മരം ഇപ്പം നമുക്കൊരു മരം എങ്ങോട്ടാണ് കൂടുതൽ വളരുന്നതെന്ന് ചോദിച്ചാൽ അതിൽ ബ്രാഞ്ചസ് കൂടുതൽ. നമ്മൾ ഒരു ഗ്രൗണ്ടിൽ നിൽക്കുന്നത് അല്ലെങ്കിൽ ഒരു റബ്ബർ എങ്ങോട്ടാണ് വളരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഒരു ആൻസർ പറയാൻ പറ്റാമെന്ന് ചിന്തിച്ചിട്ടുണ്ട്. ഒരു മരം കൂടുതൽ എങ്ങോട്ടാണ് വളരുക എന്ന് ചോദിച്ചാൽ പെട്ടെന്ന് വളരുന്നത് സൺലൈറ്റിന് വളരുന്നു. പക്ഷേ അങ്ങനെയല്ല. അങ്ങനെയാണെങ്കിൽ ഒരു ഗ്രൗണ്ടിൽ നിൽക്കുന്ന ഒരു റബ്ബർ ഇല്ല, റബ്ബറൊന്നുമല്ല, ഏതെങ്കിലും ഒരു ഫുൾ ഗ്രൗണ്ടാണ്. ഗ്രൗണ്ടിൻ്റെ
നമ്മൾക്കാണെങ്കിൽ കൂടുതൽ റീച്ച് ഉള്ളത് നമ്മൾ ഈ രണ്ട് കൈ മൂവ് ചെയ്യുന്ന ആ റേഞ്ചിലാണല്ലോ. അതുപോലെയാണ് റബ്ബർ. അങ്ങനെ വന്നിട്ട് നമ്മൾ കുഴികളുടെ സ്പേസിൽ കൊടുക്കുന്നത് തെക്കോട്ടും വടക്കോട്ടും കൂടുതൽ എടുക്കും. അപ്പം നാലെണ്ണം വരാണെങ്കിൽ ഒരു കുഴിയിൽ നിന്ന് അടുത്ത കുഴിയിലേക്കുള്ള സ്പേസിന് 35 അടിയാണ്. ആ ലൈനിൽ നിന്ന് നെക്സ്റ്റ് ലൈനിലേക്കുള്ള അകലം 10 അടി. എന്നിട്ട് ഈ ആദ്യത്തെ ലൈനിൽ 2 കുഴികളുടെ സെൻട്രലായിട്ടാണ് അടുത്ത കുഴികൾ. അപ്പം റബ്ബർ ബോളിൻ്റെ രീതിയിൽ അങ്ങനല്ല. മീൻസ് ഒരു റോയും കോളം എങ്ങനെ നോക്കിയാലും ഓരോ റോ ഓരോ കോളത്തിലായിരിക്കും നിൽക്കുന്നത് അല്ലേ. ഇതിന് സ്പേസിന് കൂടുതലുണ്ട്. ഒരു മരത്തിന് അത്യാവശ്യം വരേണ്ട കാര്യം ഫയർ എയർ സ്പേസ് ചേർത്തുള്ളൂ. അപ്പോൾ ഈ സ്പേസ് നന്നായിട്ട് കിട്ടും. ഇങ്ങനെ വരുന്ന സൺലൈറ്റും നന്നായിട്ട് കിട്ടും. അതൊക്കെ ചെയ്തിട്ടാണ് ഞങ്ങൾ ഈ തോട്ടം ചെയ്ത്